ചവറയിൽ പൊതുവിതരണത്തിനുള്ള ധാന്യങ്ങൾ പിടികൂടി. 450 ചാക്ക് ഭക്ഷ്യധാന്യങ്ങളാണ് പിടിച്ചെടുത്തത്. പന്മന വെറ്റമുക്കിന് സമീപത്തെ സ്വകാര്യ കെട്ടിടത്തിലെ രഹസ്യ ഗോഡൌണിൽ നിന്നാണ് അരിയും ഗോതമ്പും ഉൾപ്പെടെ പിടിച്ചെടുത്തത്. സിവിൽ സപ്ലൈസ് ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് വിതരണം ചെയ്യാൻ നൽകിയ സാധനങ്ങളാണ് ഇവ. പൊതുവിതരണത്തിനുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ വൻ ശേഖരമാണ് ചവറയിൽ രഹസ്യ കേന്ദ്രത്തിൽ നിന്നും പോലീസ് പിടികൂടിയത്. പന്മന വെറ്റമുക്ക് കുറ്റാമുക്കിന് സമീപം സ്വകാര്യ കെട്ടിടത്തിലെ രഹസ്യ ഗോഡൌണിൽ നിന്നാണ് പുഴുക്കലരി, പച്ചരി, കുത്തരി, ഗോതമ്പ് എന്നിവയടങ്ങിയ 450 ചാക്കുകൾ കണ്ടെടുത്തത്. മുൻഗണനാ വിഭാഗത്തിന് വിതരണം ചെയ്യാനായി ഈ മാസം 8-ന് സിവിൽ സപ്ലൈസിന് കൈമാറിയ 300 ആട്ട പാക്കറ്റുകളും ഇവയിൽ ഉൾപ്പെടും. സിവിൽ സപ്ലൈസ് ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് വിതരണം ചെയ്യാൻ നൽകിയ റേഷൻ സാധനങ്ങളാണ് ഗോഡൌണിലേക്ക് മാറ്റി സൂക്ഷിച്ചിരുന്നത്. ഇവിടെ എത്തിക്കുന്ന റേഷൻ സാധനങ്ങൾ വിവിധ ബ്രാൻഡുകളിൽ ചാക്കുകളിലാക്കി കൂടിയ വിലയ്ക്ക് പൊതുവിപണിയിൽ എത്തിക്കാനും ഗോതമ്പ്, പച്ചരി എന്നിവ വൻകിട മില്ലുകളിലേക്ക് നൽകാനുമായിരുന്നു പദ്ധതി എന്നാണ് പോലീസിന്റെ സംശയം. FCIയിൽ നിന്നുള്ള ചാക്കുകൾ മാറ്റി സാധനങ്ങൾ മറ്റ് ചാക്കുകളിലേക്ക് മാറ്റുന്നതിനായി കരുതിയ നൂൽ മെഷീനും കണ്ടെടുത്തിട്ടുണ്ട്. 6 മാസം മുമ്പ് ചവറ കൊട്ടുകാട് സ്വദേശിക്ക് കാലിത്തീറ്റ സൂക്ഷിക്കുന്നതിനായാണ് കെട്ടിടം വാടകയ്ക്ക് നൽകിയതെന്ന് ഉടമ പോലീസിനോട് പറഞ്ഞു. ഗോഡൌണിന് സമീപം നിർത്തിയിട്ടിരുന്ന വാനിലും സാധനങ്ങൾ കണ്ടെത്തി. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. അടച്ചിട്ടിരിക്കുന്ന നിലയിലായിരുന്ന ഗോഡൌൺ തുറന്നു പരിശോധിച്ചപ്പോഴാണ് ഭക്ഷ്യധാന്യങ്ങളുടെ വൻ ശേഖരം കണ്ടെത്തിയത്. തുടർന്ന് കരുനാഗപ്പള്ളി സിവിൽ സപ്ലൈസ് അധികൃതരെ വിവരമറിയിച്ചു. ഇവരുടെ നേതൃത്വത്തിൽ രാത്രി വൈകിയും പരിശോധന നടന്നു. ഇന്ന് വൈകുന്നേരം ലഭിച്ച ഒരു രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വെറ്റമുക്കിന് വടക്കുവശം ഒരു ഗോഡൌണില് അനധികൃതമായി റേഷൻ വിതരണത്തിനായുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഞാനും കൂടെ ഉണ്ടായിരുന്ന പോലീസ് പാർട്ടി, ചവറ പോലീസ് സ്റ്റേഷനിലെ ബാക്കി പോലീസ് ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്തെത്തി ഈ ഗോഡൌണ് പൂട്ടിക്കിടക്കുകയായിരുന്നു. പൂട്ടിക്കിടക്കുന്ന ഗോഡൌണ് ഞങ്ങൾ തുറന്ന് പരിശോധിച്ചതിൽ ഏകദേശം 400 പാക്കറ്റോളമുള്ള ആട്ട, അരി, പച്ചരി എന്നീ സാധനങ്ങൾ, നമുക്ക് ഗോതമ്പ് തുടങ്ങിയ സാധനങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇത് കാലിത്തീറ്റ ശേഖരിക്കുന്നു എന്നുള്ള മറവിലാണ് ഈ റേഷൻ സാധനങ്ങൾ ഇവിടെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് അനധികൃതമായിട്ടാണ്. ഇത് ചെയ്തവരെ നമ്മൾ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അവരെ പിടിക്കും, പോലീസിന്റെ വരയിലാവുന്ന പ്രതീക്ഷയിലാണ്. സിവിൽ സപ്ലൈസിന്റെ കരുനാഗപ്പള്ളിയിലെ ഗോഡൌണുകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ മാറ്റുമെന്നും ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്ത ശേഷം സാധനങ്ങൾ പരിശോധിച്ച് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു. ചവറ പോലീസിന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കന്തല വില്ലേജിലെ ഒരു രഹസ്യ ഗോഡൌണിൽ പോലീസ് നടത്തിയ തെരച്ചിലിലാണ് ഇത്തരം വലിയ ഒരു റേഷൻ കള്ളക്കടത്തിൻ്റെ ഒരു ശേഖരം പിടികൂടിയിട്ടുള്ളത്. അത് പോലീസിൻ്റെ അറിയിപ്പനുസരിച്ച് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിച്ചതിൽ ഇതിനകത്ത് ഈ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന പച്ചരി, പുഴുക്കലരി, കുത്തരി, ഗോതമ്പ്, അതുപോലെ ആട്ട എന്നിങ്ങനെയുള്ള സാധനങ്ങളാണെന്ന് കണ്ടെത്തി. ഇതിനിപ്പോൾ ഈ ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് നൽകും. ഈ സാധനങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ പോലീസ് പിടിച്ചെടുത്തിട്ടുള്ള സാധനങ്ങൾ നാളെ സിവിൽ സപ്ലൈസിന്റെ ഗോഡൌണിലേക്ക് മാറ്റും. പിന്നീട് അതിൻ്റെ ക്വാളിറ്റി പരിശോധനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടറുടെ ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് അത് നമ്മൾ ഈ കരുനാഗപ്പള്ളി താലൂക്കിലെ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നതാണ്. ഇവിടെ നിന്ന് ലോറികളിൽ വൻതോതിൽ ഭക്ഷ്യധാന്യങ്ങൾ കടത്തിക്കൊണ്ടുപോയിരുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ.